നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. പല തരത്തിലുള്ള ലോണുകൾ എടുത്തവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഓർക്കുക, എല്ലാ ലോണുകളും നമ്മൾ തിരിച്ചടച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് 2, 3, 4 ഇരട്ടിയൊക്കെ ആയിട്ട് മാറുന്ന സാഹചര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ ഇടയ്ക്കെങ്കിലും പത്രമാധ്യമങ്ങളിൽ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ചെറിയ എമൗണ്ട് 4-5 ലക്ഷം രൂപ ലോൺ അടച്ചു, ആ 5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് 15 ലക്ഷം രൂപ തിരിച്ചടച്ചു, എന്നിട്ടും അവിടെ എമൗണ്ട് വീണ്ടും ഒരു 10 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഞെട്ടിയില്ലേ അതിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച്? ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദ ലോൺ ട്രാപ്പ് സീരീസിനെ കുറിച്ചാണ്. നമ്മളൊരു ഹോം ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 വർഷത്തിനുള്ളിൽ അതെങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് തീർക്കാമെന്നതിനെ കുറിച്ച് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കുക തന്നെ ചെയ്യാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം ദ ലോൺ ട്രാപ്പ് സീരീസ്. ഹോം ലോൺ 10 വർഷം കൊണ്ട് എങ്ങനെ ക്ലോസ് ചെയ്യാം. ഒന്നത് ഹ്യൂജ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റാണ് വരുന്നത്, അത് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് സേവ് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്ന ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം. എന്താണ് ലോൺ ട്രാപ്പ്? ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ തിരിച്ചടക്കുന്ന തുകയുടെ 80% ആദ്യ വർഷങ്ങളിൽ പലിശയായിട്ടാണ് പോകുന്നത്. എത്ര എമൗണ്ട് നിങ്ങൾ ലോൺ എടുത്താലും, ഏത് ബാങ്കിൽ നിന്ന് എടുത്താലും, ഇങ്ങനെ ഒരു ഹോം ലോൺ എടുത്ത് ആദ്യത്തെ ഒരു വർഷം 80% നിങ്ങൾ തിരിച്ചടക്കുന്ന ഓരോ തുകയും അതിൽ എത്ര പെർസെൻറ്റേജ് എന്ന് പറയുമോ അതിന്റെ 80% ഈ പറഞ്ഞ പലിശ ഇനത്തിൽ പോകും. നിങ്ങളത് ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ലോൺ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന ആ തുക നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു 2-3 മാസത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ചങ്ക് പൊള്ളിപ്പോകും സുഹൃത്തുക്കളെ. ശരിക്കും അത്രയും ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റിലേക്കാണ് ഈ തുക നമ്മളെ ഹാർഡ് ഏൺഡ് മണി പോകുന്നത്. ബാങ്കുകൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം നൽകുന്ന ഒരു ഉൽപ്പന്നമാണ് ഹോം ലോൺ. ഇവർ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. ഇത്ര കൊല്ലത്തിനുള്ളിൽ ഇവർക്ക് ഗ്യാരണ്ടി ആയിട്ട് ഇവരുടെ ഫണ്ട് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഹോം ലോൺ ബാങ്കിന്റെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അടുത്തത് 20 വർഷം വരെ സാധാരണയായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ബാധ്യതയായിട്ട് മാറുന്നു 20 വർഷത്തെ ലോൺ. 20 വർഷത്തേക്കായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഞാനൊക്കെ 30 ഇയേഴ്സ് എടുത്ത് നമ്മുടെ നല്ലൊരു പ്രായമാണ്, നല്ലൊരു ടൈമാണ്. ഈ സമയത്തിൽ ഏറ്റവും വലിയൊരു ബാധ്യതയായിട്ട് മാറും. തർക്കമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി 2 തരത്തിലുള്ള പ്രീപേയ്മെന്റ് രീതിയാണ്. ഇതിനൊരു പ്രീപേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. 2 തരത്തിലുള്ള. ഒന്ന് ടെനർ റിഡക്ഷൻ എന്ന് പറയും, അതായത് കാലാവധി കുറക്കുന്ന ഒരു പ്രോസസ്. ഒരുപാട് കാലമുള്ളത് അത് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. അതേപോലെ EMI റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മാസത്തവണ നമ്മൾ കുറച്ചെടുക്കും. ഒരു ഇത്ര മാസത്തേക്ക് അടക്കാനുള്ള കുറച്ച് കുറഞ്ഞ ലാഭമാണ് നമുക്ക് അതിൽ കിട്ടുക. ഏറ്റവും ലാഭകരം ടെനർ റിഡക്ഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇനി അടുത്തത് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഹാക്കാണ്. ഒരു വർഷത്തിൽ ഒരു എക്സ്ട്രാ EMI മാത്രം കൊണ്ട് നമ്മുടെ ലൈഫ് മാറ്റി പറിക്കുന്ന ഒരു പരിപാടി. നിങ്ങളുടെ ലോൺ ഒരു 20 വർഷത്തിൽ നിന്ന് 13 വർഷമായിട്ട് നമുക്ക് കുറക്കാൻ പറ്റും. ഒറ്റ EMI അധികമായിട്ട് നിങ്ങൾ അടച്ചാൽ മതി ഒരു വർഷത്തിലേക്ക്. ഇതായിട്ട് ഒരു ലളിതമായിട്ട് ഒരു എക്സൽ ഷീറ്റ് നമുക്ക് ഉപയോഗിക്കാം. ശരിയായ പ്ലാനിങ്ങിലൂടെ 7 വർഷം നമുക്ക് ലാഭിക്കാൻ നമുക്ക് പറ്റും. ഒരു വർഷത്തേക്ക് നിങ്ങൾ 12 മാസം നിങ്ങൾ അടച്ചു, 13ാമത്തെ മാസം നിങ്ങളുടെ എമൗണ്ട് ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ മുതലിലേക്ക് നിങ്ങൾ എമൗണ്ട് നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെനർ റിഡക്ഷനിലേക്ക് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും. മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ലാഭം, അത് അത്രയും ഭയങ്കര ബെനിഫിറ്റ് ആണ്. മീൻസ് ഒന്നും പോയില്ല മുതലിലേക്ക്, ഒരു എമൗണ്ട് പോകുന്നില്ല. അതുകൊണ്ടാണ്. ഇനി സാമ്പത്തിക ലാഭത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. സാമ്പത്തിക ലാഭം, ഫൈനാൻഷ്യൽ ഇമ്പാക്ട്. നോർമൽ ലോൺ 20 ഇയേഴ്സിലാണ് നോർമലി എല്ലാവരും കൊടുക്കുക. ലോണിന്റെ ഇൻട്രസ്റ്റ് 57 ലക്ഷം ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത്. 20 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് 57 ലക്ഷം രൂപയാണ്. നെറ്റ് സേവിങ്സ് 22 ലക്ഷം പ്ലസ് 7 ഇയേഴ്സ്. അതായത് ഈ ഹാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് അത്രേ ഉള്ളൂ. കാരണം 13 വർഷത്തിൽ ഉള്ളിൽ ആ ലോൺ തീരുകയും ചെയ്യും. ടോട്ടൽ ഇൻട്രസ്റ്റ് നമ്മൾ ഒരു 35 ലാക്സ് നമ്മൾ അടച്ചാൽ നമുക്ക് മതിയാവും. സോ 22 ലക്ഷം പ്ലസ് 7 ഇയേഴ്സ് ആണ് നമ്മളുടെ ലാഭം എന്ന് പറഞ്ഞത്, നെറ്റ് സേവിങ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരും നിങ്ങൾ എത്ര എമൗണ്ട് ആയിക്കൊള്ളട്ടെ, ആ എമൗണ്ട് ആണെങ്കിലും നിങ്ങൾ അതിന്റെ ഇടയിൽ ഈ ഒരു ചെറിയ ഒരു മാസത്തെ ഒരു EMI നിങ്ങൾ അധികമായിട്ട് എല്ലാ വർഷവും നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. അതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഇനി ഇത് കൂടാതെ പലർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ലോണൊന്നും എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന സ്കീമുണ്ട്. സർക്കാരിന്റെ സഹായങ്ങൾ PMAY എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന. പലിശ അളവാണ്, സബ്സിഡി നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. PMAYയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങൾ ഞാൻ ചെയ്യാം. താല്പര്യമുള്ളവർ, അതായത് സർക്കാരിന്റെ പദ്ധതി ആവശ്യമുള്ളവർ ജസ്റ്റ് PMAY എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. അതേപോലെ ലൈഫ് മിഷൻ കേരള, ഭവനരഹിതർക്കുള്ള സഹായ പദ്ധതികളാണ് ഇത്. ലൈഫ് മിഷൻ അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും കിട്ടാറില്ല. ഇപ്പോൾ ലൈഫ് മിഷനൊക്കെ സർക്കാരൊക്കെ കുറിച്ച് ബുദ്ധിമുട്ടിലൊക്കെയാണ്, അറിയാലോ. അതുകൊണ്ട് തന്നെ ഈ കേരള ഗവൺമെന്റിന്റെ പദ്ധതികളെല്ലാം കുറച്ച് പ്രശ്നത്തിലാണുള്ളത്. സർക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഈ പദ്ധതികളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ എമൗണ്ട് ഒക്കെ കടമെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ തരണം ചെയ്യാൻ സർക്കാരിനെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു ബിസിനസ് എന്ന രീതിയിലുള്ള ഒരു പദ്ധതി സർക്കാർ ആരംഭിച്ചാൽ ബിസിനസ്സുകളെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഒരു കുടുംബത്തിൽ ഒരു ബിസിനസ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ അത് സെല് ചെയ്യുന്ന രീതിയിലോ ഒരു കുടുംബത്തിൽ ഒരു ബിസിനസ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ കുടുംബത്തിലും, കേരളത്തിൽ എത്ര ഫാമിലി ഉണ്ട് അത്ര ഫാമിലിയിൽ ബിസിനസ് സ്റ്റാർട്ട് ആവും. ഈ ബിസിനസ് സ്റ്റാർട്ട് ആകുമ്പോൾ ഇതിന്റെ റവന്യൂ കേരളത്തിലേക്ക് തന്നെ വരും. വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള
എമൗണ്ട് ഇവിടത്തേക്ക് വരും. പ്രൊഡക്റ്റുകൾ പുറത്ത് എക്സ്പോർട്ട് ചെയ്യപ്പെടും, ഒരുപാട് എമൗണ്ട് വരും. അപ്പോൾ അങ്ങനെ ഭയങ്കര ബിസിനസ്സിന് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള മറ്റ് ഈ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തെക്കാൾ ഏറ്റവും ഈസി ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറന്നു പോകും. അതായത് ഒരു ഒറ്റ വർഷം മതി, 1, 2, 3 വർഷങ്ങൾ കൊണ്ട് കേരളത്തിന്റെ ഒരുപാട് ബാധ്യതകൾ പതിയെ കുറച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. തർക്കമൊന്നുമില്ല. റവന്യൂ സ്ട്രീംസ് ഇല്ല ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും ഗവൺമെന്റ് ജോലി ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒരു ബിസിനസ് എന്നുള്ള ചിന്താഗതി അവർക്കില്ല. എല്ലാവരും സേഫ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. അപ്പൊ എന്താ ചെയ്യാൻ പറ്റും? ഒന്നും നടക്കില്ല. അപ്പൊ സർക്കാരിനെ ബുദ്ധിമുട്ടിലായതുകൊണ്ട് പറഞ്ഞ ലൈഫ് മിഷനൊക്കെ കുറച്ച് പെൻഡിങ് ആയിരിക്കും. PMA വഴി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ എന്തായാലും ചെയ്യാം. അതേപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റ് സർക്കാരിന് ഉണ്ട്. ATC സെക്ഷൻ 24B വഴിയൊക്കെ നികുതി അളവ് കാര്യങ്ങളൊക്കെ ഈ ഹോം ലോൺ വീടൊക്കെ പണിയുന്ന സമയത്ത് കിട്ടും. ആൻഡ് ഫൈനലി ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ദ 8th വണ്ടർ ഓഫ് ദ വേൾഡ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹി who understand it earn it, he who doesn't pay it. അത്രേ ഉള്ളൂ. സാമ്പത്തിക സ്വാതന്ത്ര്യം എല്ലാവരും നേടുക, നല്ല രീതിയിൽ പോവുക. വെറുതെ അനാവശ്യമായിട്ട് കുറെ പൈസ കാര്യങ്ങളൊന്നും നിങ്ങൾ ആർക്കും കൊടുക്കരുത്. ഇങ്ങനെ ഈ ബാങ്കിന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ കൊടുക്കരുത്. അതിന് മാക്സിമം ആ ഒരു ബേർഡൻ നിങ്ങൾ ഒഴിവാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടും. ഇനി ആ ബാങ്കുകൾ ഉപയോഗിക്കുന്ന സെയിം മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ SIP ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ അതേപോലെ അവിടെ എന്താണോ ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് കിട്ടുന്നത് അതേ എമൗണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടായിട്ട് കിട്ടുന്ന രീതിയിൽ ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അത് ഇത്ര വലിയ എമൗണ്ട് ചെയ്യണമെന്നില്ല, ഒരു 5000 രൂപയെങ്കിലും അല്ലെങ്കിൽ മാസം ഒരു 1000 രൂപയെങ്കിലും നിക്ഷേപിച്ചാൽ പോലും വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. ഇതുപോലുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ ടിപ്സുകളൊക്കെ വരും ദിവസങ്ങളിലെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് വീടില്ലാതെ വീട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. PMA വഴി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് സൈനിങ് ഓഫ്. ബൈ.